ആ ഒരു ഭാഗം പൊട്ടി പേപ്പറിട്ട് വരുതി ലെവലാക്കാണ്. ഓർഡർ ഉണ്ടെങ്കിൽ ഒരു വൃത്തിയല്ലേ. വെറൈറ്റി കളർ നമ്മുടെ പ്ലാൻ 3 കളറായിട്ട് നമ്മൾ അടിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മളിപ്പോ മാനുഫാക്ചർ ചെയ്തൊരു അടിപൊളി കളറാണ്. കണ്ടീഷനിലാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ കളർ വന്നിട്ട് ഫിനിഷിംഗ് ഉണ്ട്, അടിപൊളിയായിട്ട്. ഇതാണ് നമ്മൾ ഹംസിന്റെ പണിന്റെ ഒരു ക്വാളിറ്റി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കമ്പ്യൂട്ടർ ഇല്ലാതെ മുപ്പതിനെ കമ്പ്യൂട്ടർ മിക്സ് ആക്കി തരും. ഓ കാണുന്നതിനേക്കായി ലുക്കാണ് ഡയറക്റ്റ് കാണുമ്പോൾ കളർ നമ്മളെ മൂന്നാമത്തെ കിടക്കാച്ചി കളർ ആണ്. ശേഷം നമ്മളെ ഫിനിഷിംഗ് പോയിന്റിലെത്തിയിട്ടോ ടൈം എടുത്ത് ചെയ്താൽ വൃത്തിയായിരിക്കും. ഇപ്പം നമ്മൾ കാണുന്നത് അറിയാം, നമ്മളെ പ്രിയപ്പെട്ട സംസു നമ്മുടെ ഈ പഴയ നോർമൽ പെരനെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോക്ക് വേണ്ടിയിട്ട് എങ്ങനെ അടിപൊളിയാക്കുന്നു എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ മുമ്പിൽ പ്രതീക്ഷിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ള് വീഡിയോ നമ്മൾ ഒരു സ്പീഡായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ പഴയ ഒരു പെരനെ പൊട്ടിയിട്ടിട്ട് ഏത് കണ്ടീഷനിൽ അടിപൊളിയാക്കാം എന്നുള്ളൊരു ചെറിയൊരു കാഴ്ചയാണ് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. സാധാരണ നമ്മൾ നോർമല് തെരഞ്ഞെടുക്കുന്ന പൊട്ടിയാണ്. ഇത് എത്ര കിലോ? 5 കിലോ. അപ്പോൾ 5 കിലോ പൊട്ടി വെച്ചിട്ട് നമ്മൾ പഴയ ചുമരുണ്ട്, മണ്ണിന്റെ ചുമരാണ്, അത് സിമെന്റിനാണ്. അത് എങ്ങനെ അടിപൊളിയാക്കും നമുക്ക് കാണാം. അപ്പൊ നല്ലൊരു കലാകാരനും കൂടിയാണ് സംസം. അപ്പൊ നമ്മുടെ യൂട്യൂബിന്റെ ചെറിയൊരു സ്റ്റുഡിയോ നമ്മൾ ഈ ചെറിയൊരു പേരിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ആദ്യഘട്ടമായിട്ട് സംസിന്റെ വകയായിട്ട് ചെയ്തിരുന്നതാണ്. അത് നമുക്ക് കാണാം. എത്ര വീതി ആക്കണം? എങ്ങനെ 8 ഇഞ്ചിന് വീതി അല്ലേ? അപ്പൊ ഭയങ്കര സ്പീഡപ്പിൽ വിൽക്കാൻ പറ്റുമോ? അതെ, അതൊരു ഐഡിയസ് വേണമെന്നോ നല്ല വിളിക്കാന്. അതെ, മറ്റേ നമ്മൾ ദോശ എടുക്കുന്ന പോലെ ചെറിയാൽ ഇത് നിൽക്കില്ലല്ലേ? അതെ അതെ അതെ. അപ്പൊ നമ്മള് അടുത്ത ചുമര് ഇട്ടോ. പഴയ ചുമരാണ് ഇത്, മണ്ണിന്റെ ചുമരാണ്. നമ്മളെ പഴയ തറവാട് വീട് കേട്ടോ. അപ്പൊ അത് ഈ ഒരു ഫ്രണ്ട് ഷേപ്പാണ്. ഇത് നമ്മള് പൊട്ടിയിട്ട് ലെവലാക്കാൻ പോകും. രണ്ടാമത്തെ കോട്ട് ഇടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ 5 കിലോ ആയിരുന്നു. രണ്ടാമത്തെ കോട്ടാണ്. നമുക്ക് ഈ 2 കോട്ടിൽ തന്നെ അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇതാണ്ട ഈ ഒരു പീസും ഈ ഒരു പീസും ജസ്റ്റ് നമ്മൾ സ്റ്റുഡിയോ സെറ്റപ്പിന് വേണ്ടി മാത്രം. നമ്മളെ യൂട്യൂബ് സ്റ്റുഡിയോക്ക് വേണ്ടി, അതായത് നമ്മൾ ലൈവ് പ്രോഗ്രാമൊക്കെ സ്ഥിരമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ പേരൻ്റുള്ള സൗകര്യത്തിൽ തന്നെ ഈ ഒരു മൂല ഇത്രേ ഉള്ളൂ, ചെറിയൊരു സ്പേസ്. അത് നമ്മളെ സംസു ചെറുങ്ങനെ പൊട്ടിയാലിട്ടിട്ട് പോളിഷാക്കിയിട്ട് ഇനി പേപ്പറൊക്കെ ഇട്ടിട്ട് ഇൻഷാല്ല കളറൊക്കെ കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് സെറ്റാകും. നമ്മൾ SR മീഡിയയുടെ ലൈവ് പ്രോഗ്രാം ഹാജ തങ്ങളുടെ പേരിലുള്ള മജ്ലിസും തങ്ങളുടെ പേരിലുള്ള മജ്ലിസൊക്കെ ഇൻഷാല്ല തുടർച്ചയായിട്ട് നമ്മൾ ഇനി ഇവിടുന്ന് സംഘടിപ്പിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ദുആ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം പൊട്ടിയിട്ട് ലെവലാക്കുന്നുണ്ട് കേട്ടോ. പേപ്പറിട്ട് വരുതി ലെവലാക്കാണ്. നൈസാക്കുക. ചെറിയ കുണ്ടുമുയൊക്കെ ഉണ്ടെങ്കിൽ തൂർന്ന് വരും. പിന്നെ നമ്മൾ ഏകദേശം 2-3 മണിക്കൂർ നമ്മൾ അങ്ങനെ വിട്ടല്ലേ, ഡ്രൈ ആവാൻ വേണ്ടി വിട്ട്. ഇപ്പം നമ്മൾ ചെറിയൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ ഇട്ട് ചൂട് കൊടുത്താണ്, തണുപ്പ് ഏരിയ ആയതുകൊണ്ട്. നമ്മൾ 2 പീസ് വരുതി കഴിഞ്ഞിട്ടോ. ഈ ഒരു ഭാഗം കൂടി വലുതാനുണ്ട്. നല്ല പണിയാണ്. ധൂളെന്ന് പറഞ്ഞാൽ നല്ല ധൂളും. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നല്ല കണ്ടിട്ട് വെറൈറ്റി കളർ ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ മാനുഫാക്ചർ ചെയ്താണ് ഈ കളർ. ഒരു 3 എണ്ണം കൂട്ടിയിട്ട് 3 കളറായിട്ട് നമ്മൾ അടിക്കുന്നത് അല്ലേ. ഏഷ്യൻ പെയിന്റ്. ഇത് നമ്മൾ ഒറിജിനൽ ഏഷ്യൻ പെയിന്റിന്റെ ഒരു 1 ലിറ്ററിന്റെ ബോട്ടിലുണ്ട്. ഇതിന് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ഇതിനൊക്കെ അടിക്കുന്നുള്ളത്. ചുവപ്പ് കൂട്ടണം കുറച്ച്. അപ്പോൾ നമ്മളിപ്പോൾ മാനുഫാക്ചർ ചെയ്തൊരു അടിപൊളി കളറാണ്. കണ്ടീഷനിലാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ കളർ വന്നിട്ടോ. നല്ല അടിപൊളിയാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഡാർക്കാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഫിനിഷിംഗ് ഉണ്ട്, അടിപൊളിയാണ്. ഇതാണ് നമ്മളെ സംസിന്റെ പണിന്റെ ഒരു ക്വാളിറ്റി കേട്ടോ. സംസിന് ബന്ധപ്പെടാനുള്ള നമ്പറൊക്കെ നമ്മൾ ലാസ്റ്റ് തരുന്നതായിരിക്കും. ഇത് നല്ല ഫിനിഷിങ് വർക്കിന്റെ ഒരു ഗുണമാണ് ഈ കാണുന്നത്. പിന്നെ കളറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് കമ്പ്യൂട്ടർ ഇല്ലാതെ മുപ്പതിനെ കമ്പ്യൂട്ടർ മിക്സ് ആക്കി തരും. എന്താ സംസോ അഭിപ്രായം പറഞ്ഞു കൊടുത്താൽ അല്ലേ? അതെ.
നമ്മളിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് കളർ ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഇങ്ങനെ അടിക്കുന്നത് കേട്ടോ. സ്റ്റുഡിയോ സെറ്റപ്പ് ആകുമ്പോൾ നമുക്ക് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ നമുക്ക് ഡാർക്ക് തന്നെയാണ് വേണ്ടത് സ്റ്റുഡിയോ സെറ്റപ്പിന്. പെരക്കും നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഡാർക്ക് അടിച്ചാൽ ലൈറ്റിങ്സ് കൊടുത്താൽ മതി. അപ്പോൾ അടിപൊളിയായിരിക്കും കളർ. അപ്പോൾ ഇതിൻ്റെ ഡബിൾ കോട്ട് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഡബിൾ കോട്ടാണ്. അപ്പോൾ ഡബിൾ കോട്ട് അടിക്കുമ്പോൾ ഒന്നും കൂടി ഫിനിഷിങ് കിട്ടുന്നുണ്ട് കളറിന്. പിന്നെ ഉണങ്ങുമ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള കളർ നമുക്ക് എന്താണെന്ന് രാവിലെ കാണിച്ചു തരാം. അപ്പോൾ അടിപൊളിയാട്ടോ ലുക്ക്. നല്ല കിടുക്കാച്ച കളറാണ്. മക്കളെ അടിക്കും പറയാം എന്താ കഥയാണെന്നുള്ളത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനത്തെ കളർ വേണം, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വേണം അല്ലേ? ഓ അതെ. പക്ഷെ നമ്മള് ഇതിൽ കാണുന്നതിനേക്കാൾ ലുക്കാണ് ഡയറക്റ്റ് കാണുമ്പോൾ കളറ്. ഇവിടെ നല്ലൊരു ബിറ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരട്ടെ. നമ്മളെ LED TV-ൻ്റെ കൂടാണ്, ഇതിനുള്ള TV ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഈ പൊട്ടി തേച്ച് ഫിനിഷ് ആക്കുന്ന സമയത്ത് നമ്മളിവിടെ കത്തി വെച്ചിരുന്നു, ചട്ടകം വെച്ചിരുന്നു, പാത്രമൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടയാളം കണ്ടെങ്കിൽ അതേപോലെ വന്നിട്ടുണ്ടോ. ഇത് നമ്മൾ വരച്ച പോലെ ഉണ്ട്. അതായത് അത്രയും പൊടിയിൽ നിന്ന് വന്നപ്പോൾ ഇത് ഇത്ര ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ മേലെ ബോർഡർ ആട്ടിട്ട് ഇത്ര പൊന്തി കാണാം. ആ ബോർഡർ ഉണ്ടെങ്കിൽ ഒരു വൃത്തിയല്ലേ. മേലത്തെ ബോർഡർ ഓക്കെ. നമ്മളെ മൂന്നാമത്തെ കിടുക്കാച്ചി കളർ നമ്മൾ അടിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓൾറെഡി നമ്മൾ നല്ല പ്ലാൻ ചെയ്ത കളർ തന്നെയാണ്. പക്ഷെ നമ്മൾ പഴയ ഒരു കളർ ഇതിനോട് സാമ്യമുള്ളത് കൊണ്ട് അല്ലേ, ഡാർക്കാണ്, അത് കുറച്ച് ലൈറ്റ് ആണ്. പക്ഷെ ഇത് അതെ, പക്ഷെ സംഭവം ലുക്കായി. സുഹൃത്തുക്കളെ ഏകദേശം നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലെത്തി എത്തിയിട്ടോ. നമ്മൾ സിമ്പിൾ പണിയാണ്, പക്ഷെ വൃത്തിയിൽ ചെയ്യുന്നത് കൊണ്ട് ടൈമിംഗ് ആണ് അല്ലേ. ടൈം എടുത്ത് ചെയ്താൽ വൃത്തിയായിരിക്കും. ലാസ്റ്റ് ഫിനിഷിംഗ് പോയിന്റ് അല്ലേ. സെക്കൻഡ് കോട്ട് അടിക്കാനുണ്ട്, ഫസ്റ്റ് കോട്ടാണ്. കോട്ട് നമ്മൾ അടിച്ച് ഏകദേശം എത്തിയതാണ്. സ്റ്റുഡിയോ സെറ്റപ്പ് പെയിന്റ് ഉണങ്ങിയിട്ടില്ല, നാളൊക്കെ റെഡിയാക്കും.